എങ്ങനെയുണ്ട് ഇന്നത്തെ സാരീസിന്റെ കളക്ഷൻ? അടിപൊളിയാണോ? അപ്പോൾ ഏവർക്കും ഇന്ത്യൻ ലിംസ്റ്റേഴ്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സാരീസ് തന്നെയാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റിൽ വന്നിട്ടുള്ള സാരീസാണ്. അതും ബനാറസി വീവിങ്ങിൽ ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡിസൈൻ ദാ ഒഴുകി കിടക്കും കേട്ടോ. നമുക്ക് എത്ര വണ്ണം ഉണ്ടെങ്കിലും വണ്ണമൊന്നും തോന്നാത്ത രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് കിടക്കും. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാരി. ഇനിയിപ്പോൾ നിങ്ങൾ പറയണം കേട്ടോ ട്രാൻസ്പെറൻ്റ് ആണോ എന്നുള്ളത്. ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. അപ്പോൾ ദാ ഇതിൻ്റെ പല്ലു പോർഷൻ കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഹെവി ആയിട്ട് വരുന്നൊരു പല്ലു പോർഷനാണ് കേട്ടോ. ദാ ഓക്കെ, അതിൻ്റെ നല്ല ആ കര ഇതെന്തൊരു ഹെവി ആയിട്ട് വന്നിട്ടുള്ള പല്ലു പോർഷൻ എന്നാൽ ഭയങ്കര സുഖമായിട്ട് വെയർ ചെയ്യാനും പറ്റും. അപ്പം ഇതിൻ്റെ ആ ഒരു വീവിങ് പാറ്റേൺ കണ്ടോ, ആ ഒരു ത്രെഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുള്ള നല്ല രസമുള്ള ഒരു ഡാർക്ക് ഗ്രീൻ കളർ കേട്ടോ. ബോട്ടിൽ ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയില്ല. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ഡിസൈനിൻ്റെ കൂടെ തന്നെ ഒരു ഗോൾഡൻ ഒരു എന്താ പറയുക, ഒരു നമ്മളിങ്ങനെ സാരി നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ കംപ്ലീറ്റ് ഒരു മിനുക്കം തോന്നണില്ലേ? അത് ഈ ഒരു വീവിങ്ങിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡിസൈൻ, നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വെയർ ചെയ്യാം. ഇതിൻ്റെ 4 കളർ ചാർട്ടുകളാണ് നമുക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് കളർ ചാർട്ട് ഈ ബോട്ടിൽ ഗ്രീൻ കളർ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഒന്ന് നോക്കിയാലോ? കണ്ടോ, ദാ ഇങ്ങനെ കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ? ആ ഒരു ഗോൾഡൻ ആ ഒരു മിനുക്കം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബോഡി ഫുള്ളാണ്. പല്ലു പോർഷൻ ഇങ്ങനെ വരുന്നു. ബോഡി പാർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ജോർജറ്റിൽ ബനാറസി വീവിങ്ങിൽ വന്നിട്ടുള്ള നല്ല ഒരു സിൽക്കിൻ്റെ സാരി. നല്ല ഭംഗിയുള്ള ത്രെഡ് കംപ്ലീറ്റ് ആ ഒരു ഗോൾഡൻ വർക്കാണ് കേട്ടോ. ഗോൾഡൻ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത്. നല്ല രസമുള്ള സാരി. ചിലർ ചോദിക്കും ഇതിങ്ങനെ നമുക്ക് ദേഹത്ത് കൊള്ളുമ്പോൾ ഒരു ഇച്ചിങ് പോലെയൊക്കെ തോന്നും. അങ്ങനെ ഒന്നുമില്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. നല്ലൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. നമുക്ക് ബ്ലൗസ് പീസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബട്ടർ ക്രേപ്പ് ലൈനിങ് ഇടാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. ബട്ടർ ക്രേപ്പ് ലൈനിങ് ഇട്ടാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അത് മാത്രമല്ല, ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് തോന്നുന്നത്, കാരണം ഇത് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ബട്ടർ ക്രേപ്പ് തന്നെ യൂസ് ചെയ്യുക. കോട്ടണേക്കാളും നല്ലത് ബട്ടർ ക്രേപ്പിൻ്റെ ലൈനിങ് ആയിരിക്കും. കണ്ടോ, നമ്മൾ ഇതിനോടൊപ്പം ബ്ലൗസ് പീസ് എടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരിക. അപ്പം നമുക്ക് ഇത് സ്ലീവ്സിന് എൻഡിലൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ല രസമായിട്ട് നമുക്ക് സ്ലീവ്സിന് ഒരു ബോർഡറൊക്കെ കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1995 ആണ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റിൽ ബനാറസി വീവിങ്ങിൽ ഗോൾഡൻ ത്രെഡ് വർക്കോട് കൂടി വന്നിട്ടുള്ള നല്ലൊരു സാരിയാണ്. പാർട്ടി വെയർ ആയിട്ടുള്ള സാരിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ഡ്രാപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് 1 ലെയർ ആയിട്ടാണ് ഡ്രാപ്പ് ചെയ്ത് കാണിച്ചത് അല്ലേ. അപ്പം നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇങ്ങനെ ഫ്ലീറ്റ്സ് എടുത്തിട്ടാണ് കാണിച്ചത്. അപ്പം എത്രത്തോളം ഈ സാരി നല്ല ഒതുങ്ങി വെയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മോഡലിൽ കാണുന്നത്. ഇനി നമുക്ക് ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പും കൂടി ആയാലോ? സാരി വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പും കൂടി ആയാലോ? നമുക്ക് വീഡിയോ കാണാം. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു റെഡ് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. ബ്രൈറ്റ് ആയിട്ടൊരു റെഡ് കളർ കോമ്പിനേഷൻ. ഇതേപോലെയാണ് കേട്ടോ അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഈ ഫുൾ ബോഡിയിൽ ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഒരു മിനുക്കം ഇങ്ങനെ നിറയെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് പീസും കൂടി ഒന്ന് നോക്കിയേക്കാം. പല്ലു പോർഷൻ നല്ല ഒരു റിച്ച് ആയിട്ട് വരുന്നൊരു പല്ലുവാണ്. നല്ല ഭംഗിയുള്ള പല്ലുവാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ ബോഡി വർക്ക് ഇതേപോലെ കംപ്ലീറ്റ് ഉണ്ട്. അതിൻ്റെ ആ കസവ് കരയോട് കൂടി വന്നിട്ടുള്ള സാരിയാണ് ബനാറസി വീവിങ്ങിൽ. ഇതാണ് ബ്ലൗസ് പീസ്. ഇപ്പം ഇത് ഈ ബ്ലൗസ് പീസ് ഈ ഒരു പ്ലെയിൻ ആയതുകൊണ്ടാണ് ഇത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അത് തന്നെ ഇവിടെ ബോഡി പാർട്ട് വരുമ്പോൾ കണ്ടോ അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചിലർ നെറ്റ് പോലെ ഇരിക്കുന്നൊന്നും കമൻറ്റിൽ വരരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ
ഇത് ഈ ബ്ലൗസ് പീസിൽ ഈ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടില്ല. അതിന് നമ്മൾ ഇതിനെ ബ്ലൗസ് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൽ ബട്ടർ ക്രേപ്പിൻ്റെ ലൈനിങ് ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതൊരു റെഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് റെഡാണ്, ചില്ലി റെഡ് അല്ല കേട്ടോ. കുറച്ചും കൂടി ഈ റാണി പിങ്ക് ഒക്കെ ചേർന്ന് വന്നിട്ടുള്ള കാര്യം, റെഡും അല്ല റാണി പിങ്കും അല്ല, അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ. ഇതാ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ. അപ്പം ഇതിൻ്റെയും പ്രൈസ് എല്ലാം വരുന്നത് 1995 രൂപ. ഫ്രീ ഷിപ്പിങ്ങിലാണ്. ഇന്ത്യ ഒട്ടാകെ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് കേട്ടോ. അപ്പം നല്ല മനോഹരമായിട്ടുള്ള കളർ ചാർട്ടുകളാണ്. അതിനേക്കാൾ ഉപരി നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡ്രാപ്പ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെ ഒരു ഓഫ് വൈറ്റ് കളർ കേട്ടോ. നമ്മളൊരു ക്രീം കളർ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ കംപ്ലീറ്റ് ആ ഗോൾഡൻ്റെ ഒരു ത്രെഡ് വർക്ക് വരുമ്പോൾ എന്ത് രസമല്ലേ ഇതിൻ്റെ ഒരു വർക്ക് വരുന്നത്. പല്ലു പോർഷൻ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് ബ്രൈഡൽസിനാണേലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസ് ആകട്ടോ. ഈ ഒരു റേഞ്ചിലൊക്കെ തന്നെ വരുന്നത് തന്നെ ഭയങ്കര വർത്തായിട്ടൊരു പ്രൈസ് റേഞ്ചാണ്. ഒത്തിരി ഹെവി ആയിട്ടുള്ള സാരികളൊക്കെ നമ്മൾ വിവാഹ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇതുപോലത്തെ സാരികളൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടായതിന് ശേഷമൊക്കെ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുമല്ലോ. ഇപ്പം നമ്മൾ കല്യാണത്തിന് പള്ളിയിലൊക്കെ വെയർ ചെയ്യുന്ന സാരീസ് പിന്നെ നമ്മൾ വേറെ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കുമോ? അത് ഉപയോഗിക്കാൻ പറ്റാത്തത് നമ്മൾ അതുപോലെ ഹെവി ആയിട്ടുള്ള സാരീസ്. ഇപ്പം ഇതൊക്കെ ആണെങ്കിലുണ്ടല്ലോ നമുക്ക് വേറെ ഏതൊരു ഒക്കേഷനിൽ വേണമെങ്കിലും നമുക്ക് വെയർ ചെയ്യാം. ആ ഒരു ബഡ്ജറ്റ് ബൈ ആയിട്ട് തന്നെ പർച്ചേസിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു കളർ കോമ്പിനേഷൻ, ഇതിൻ്റെ ആ ഒരു നല്ല ഒരു ഗോൾഡൻ ആ ഒരു കളർ ത്രെഡ് വർക്ക്, അതിൻ്റെ ആ വീവിങ് പാറ്റേൺ തന്നെ കണ്ടോ. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡൻ കൊണ്ടുവരാമോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇത്തവണ വന്നിട്ടുള്ളത് ഗോൾഡൻ ചെറി വർക്കാണ് വന്നിട്ടുള്ളത്. അതും ബനാറസിയിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മോഡലിൽ നല്ല ഹെവി ആയിട്ട് തന്നെ വരുന്ന ഒരു പല്ലു പോർഷൻ, അതിൻ്റെ തന്നെ ഒരു പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസ് പീസും ആയിരിക്കും നമുക്ക് വരുന്നത്. ക്രീം കളർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ലൊരു ഭംഗിയായിരിക്കും ഫ്രെയർ ചെയ്ത് വെയർ ചെയ്യാനൊക്കെ. ഇത് പല്ലു. ഇപ്പോൾ ഫുൾ ബോഡിയാണല്ലോ നമ്മുടെ ഇതിൻ്റെ വർക്ക് വരുന്നത്. ഇതാണ് നമുക്ക് ബ്ലൗസ് പീസ് വരുന്നത്. ഇതിൻ്റെ ഇരുവശങ്ങളിലും ഇതേപോലെയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കര വരുന്നുണ്ട് കേട്ടോ. ബോർഡർ നല്ല രസമായിട്ട് തന്നെ ബോർഡർ വരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഞാൻ പല പ്രാവശ്യമായി പറയുന്നു, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ലൈനിങ് എന്ന് പറഞ്ഞാൽ ബട്ടർ ക്രേപ്പിൻ്റെ ലൈനിങ് യൂസ് ചെയ്യുക. അപ്പം നല്ല ലാസ്റ്റ് ചെയ്യും. അതുമാത്രമല്ല നല്ല ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ കിടക്കുമ്പോൾ. കാരണം ഇതിനോടൊക്കെ ഇങ്ങനെ തളർന്ന് കിടക്കുക എന്ന് പറയില്ലേ, നമ്മുടെ ശരീരത്തിനോട് ഒട്ടിക്കിടക്കുന്ന രീതിയിലുള്ള സാരീസാണ്. അപ്പോൾ കുറച്ച് വണ്ണമുള്ളവരൊക്കെ സാരീസ് ഉടുക്കാനൊക്കെ മടിയുള്ളവർക്കൊക്കെ എനിക്ക് ഉടുത്താൽ ഭംഗി ഉണ്ടാവുമോ, വണ്ണം ഉള്ളത് കൊണ്ട് എനിക്ക് ഉടുക്കാൻ പറ്റുമോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നല്ല രസമായിരിക്കും, നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാം. നല്ല ഒട്ടിക്കിടക്കുന്ന രീതിയിലുള്ള സാരീസ് നമ്മൾ ഉടുത്തുനിന്ന് പോലും നമുക്ക് തോന്നത്തില്ല, അത്രയ്ക്ക് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാരിയാണ്. 1995 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ. ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും വരിക. നല്ല രസമായിട്ടൊരു സാരി, നല്ല ഭംഗിയായിട്ട് കേട്ടോ. പല്ലുമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു പല്ലു പോർഷൻ. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് ഇതേപോലൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. നല്ലൊരു വൈൻ കളർ കോമ്പിനേഷൻ, നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ. ഇതിൽ ആ ഗോൾഡൻ്റെ ആ ഒരു ത്രെഡ് വർക്ക് വരുമ്പോഴുള്ള ഒരു പ്രത്യേക ഭംഗിയാണ്. ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല കേട്ടോ. നമുക്ക് ഭയങ്കര വൃത്തിയായിട്ടൊക്കെ ഉടുക്കാം, നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാം. നമ്മൾ ഉടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ അപ്പിയറൻസിൽ വലിയൊരു മാറ്റം വരുന്ന ഒരു രീതിയിലുള്ള ഡ്രസ് കോഡായിരിക്കും ഈ ഒരു സാരി എന്ന് പറയുന്നത്. ഇതുപോലെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. പല്ലു നല്ല ഭംഗിയായിട്ട് നല്ല റിച്ച് ആയിട്ടൊരു പല്ലു പോർഷനാണ്. അടിപൊളിയായിട്ടൊരു സാരി. 1995 ആണ് പ്രൈസ് വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ്, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമ്മൾ അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സാരീസിൻ്റെ കളക്ഷൻസ് 4 കളർസായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതിനേക്കാൾ ഉപരി ടീനേജേഴ്സിന് ഡ്രാപ്പ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സ്റ്റൈലും കൂടി നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. അതുമാത്രമല്ല ഡിഫറെൻ്റ് ആയിട്ട് വെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പം കല്യാണത്തിനൊക്കെ
ടീനേജേഴ്സിനൊക്കെ വെയർ ചെയ്യുമ്പോൾ അവർക്ക് ഇപ്പം റെഡി ടു വെയർ സാരിയെക്കാളും കുറച്ചും കൂടി ഇതുപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് സ്വീകരിച്ചാൽ തന്നെ നമുക്ക് ഈ സാരി നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം, സാരിയായിട്ട് തന്നെ ഉപയോഗിക്കാം. ഇനി കുറേ നാൾ നമ്മൾ സാരിയായിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫുൾ സ്കേർട്ട് നമ്മുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫുൾ സ്കേർട്ടും ബ്ലൗസും ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആണെങ്കിലും പറ്റുന്ന ഒരു സാരീസ് അല്ലേ. അപ്പം നമ്മളെപ്പോഴും സാരിയായിട്ട് തന്നെ ഉപയോഗിക്കുമ്പോൾ അതിന് പല പല മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പം അതുപോലത്തെ ഒരു സാരി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് വെയർ ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ട് പാറ്റേൺ കൂടി കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പർച്ചേസ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ പലർക്കും സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല കേട്ടോ. ചില അമ്മച്ചിമാരൊക്കെ നമ്മളോട് സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് എടുക്കണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ഫോണിൽ 3 വിരലുകൊണ്ട് താഴത്തേക്കൊന്ന് സ്വൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫോണിൻ്റെ സൈഡിലുള്ള 2 ബട്ടൺ ഒന്നിച്ചങ്ങ് പ്രസ് ചെയ്താൽ തന്നെ സ്ക്രീൻഷോട്ട് റെഡിയാവും. അപ്പം ആ സ്ക്രീൻഷോട്ട് നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന വാട്സപ്പ് നമ്പർ 2 വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്കൊന്ന് അയച്ചു തരിക. നമ്മുടെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ, പേടിഎം, ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ ആയിട്ട് റെഡി ഫോർ ഡിസ്പാച്ച് ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് ഈ കാണിച്ചിട്ടുള്ള എല്ലാം തന്നെ. അപ്പം പെട്ടെന്ന് ആവട്ടെ കേട്ടോ, വേഗമാവട്ടെ, എല്ലാവരും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ.